നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണ കവർച്ച കേസാണ് ഇപ്പോൾ എല്ലായിടത്തും തെളിഞ്ഞു നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കടന്ന് കത്തുകയാണെന്ന് പറയാം. കാരണം ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവ് വരെ അഴിക്കുള്ളിലായി. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു രസകരമായ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഈ തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് ഇത് നമ്മൾ അറിയേണ്ട അല്ലെങ്കിൽ ഒരു ചരിത്രമുണ്ട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ. ചെങ്ങന്നൂരിലെ പമ്പാ നദിക്കരയിലുള്ള താഴമൻ മഠം, ഇതിൻ്റെ താന്ത്രിക കുടുംബമാണ് ഈ താഴമൻ മഠം എന്ന് പറയുന്നത്. ഇതിൻ്റെ ചരിത്രം ഇപ്പോൾ ചർച്ചയിൽ വരുന്നുണ്ട്. 1400 വർഷത്തെ പഴക്കമാണ്. ഇതിൽ ഓരോ പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. 1400 വർഷത്തെ പഴക്കമാണ് ഇവര് തന്നെ അവകാശപ്പെടുന്നത്. 1400 വർഷത്തിന്റെ ചരിത്രമുണ്ട്. അപ്പൊ ശബരിമല അയ്യപ്പനും 1400 വർഷത്തെ പഴക്കമല്ല എന്ന് അവർ പറയുന്നുണ്ട്. കാരണം ഇവര് പിന്നീട് കത്തിയതിനു ശേഷം പിന്നീട് അതിനെ വീണ്ടും പുനഃപ്രതിഷ്ഠിച്ചവരാണ് താഴമൻ കുടുംബം. അപ്പോൾ ഈ 1400 വർഷത്തെ പഴക്കമുള്ള ഈ കുടുംബത്തിൻ്റെ വേരുകൾ തേടിപ്പോയാൽ എത്തുന്നത് ശരിക്കു പറഞ്ഞാൽ നല്ല രസകരമായ ഒരു ഐതിഹ്യത്തിലാണ്. ഈ ഐതിഹ്യത്തിലെ നായകൻ പരശുരാമനാണ്. കേരളം മഴുവെറിഞ്ഞ് സൃഷ്ടിച്ചതിന് ശേഷം ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നതിനായി ആന്ധ്രയിലെ നെല്ലൂർ ഗ്രാമത്തിൽ നിന്ന് പരശുരാമൻ 2 ബ്രാഹ്മണരെ കൊണ്ടുവന്നിരുന്നു അത്രേ. ഇവരെ പരീക്ഷിക്കാനായിട്ട്, കാരണം ഇവര് നല്ല പൂജാരിമാരാണോ എന്ന് പരീക്ഷിക്കണമല്ലോ. അതിനുവേണ്ടി കൃഷ്ണ നദി കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ഇവരോട് നദി കടന്ന് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ ഒരാൾ ജലത്തിന് മുകളിലൂടെ നടന്ന് അക്കരെ എത്തി എന്ന് പറയുന്നു. അങ്ങനെ ആ വെള്ളത്തിനെ തരണം ചെയ്ത്, നദിയെ തരണം ചെയ്ത് പോയതുകൊണ്ട് തരണനെല്ലൂർ തന്ത്രിയായി കുടുംബം മാറി. രണ്ടാമത്തെ ആള് തൻ്റെ താന്ത്രിക സിദ്ധി ഉപയോഗിച്ച് വെള്ളത്തെ ഇരുകൈകൾ കൊണ്ട് വകഞ്ഞു മാറ്റി നദിയുടെ താഴെ തട്ടിലെ മണ്ണിൽ ചവിട്ടി നടന്ന് അക്കരെ എത്തി. അങ്ങനെ നദിയുടെ താഴ്ന്ന മണ്ണിൽ ചവിട്ടി വന്നതിനാലാണ് ഈ പരമ്പരയ്ക്ക് താഴമൺ എന്ന പേര് ലഭിച്ചത് എന്ന് പറയുന്നു. അപ്പൊ പരശുരാമൻ ശബരിമല ഉൾപ്പെടെയുള്ള മലയോര ക്ഷേത്രങ്ങളുടെ എല്ലാം താന്ത്രികാവകാശം ഈ താഴമൻ കുടുംബത്തിന് അങ്ങ് കൽപ്പിച്ച് കൊടുത്തു എന്നാണ് വിശ്വാസം. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നത് പൂജിക്കുന്നവന്റെ പ്രഭാവം കൊണ്ട് ശില ശങ്കരനായി മാറും എന്നാണ് വിശ്വസിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയ ഇതുണ്ട്. കാരണം മലയോര ക്ഷേത്രങ്ങളെല്ലാം കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മലയരേര് പൂജിച്ചതൊന്നും തന്നെ പൂജാവിധി പ്രകാരം ആയിരുന്നില്ല. അവരന്ന് കാലത്ത് അവരുടെ വിശ്വാസവും അവരുടെ രക്തവും എല്ലാം കൊടുത്ത് പൂജിച്ചിരുന്ന ആ ദൈവങ്ങളെയാണ് പരശുരാമൻ എന്താണ് മലയരോട് ഇത്ര ദേഷ്യമെന്നറിയില്ല പിടിച്ചു കൊടുത്ത് ഈ താഴമൻ കുടുംബത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് 1952 തീപിടുത്തത്തിന് ശേഷം ശബരിമലയിലെ ഇന്നത്തെ വിഗ്രഹം പ്രാണപ്രതിഷ്ഠ നടത്തിയത് കണ്ഠരര് ശങ്കരരായിരുന്നു. അപ്പോൾ നമുക്ക് ഉയരുന്ന ഈ സംശയം ഇതാണ്: ഈ 1400 വർഷങ്ങൾക്ക് മുമ്പ് പരശുരാമൻ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഈ കലിയുഗത്തിലും അങ്ങനത്തെ ഒരാളുണ്ടോ? കാരണം ത്രേതായുഗത്തിന്റെ മധ്യത്തിലാണ് പരശുരാമൻ ജനിച്ചത് എന്ന് പറയുന്നു. അങ്ങനെ ത്രേതായുഗത്തിന്റെ മധ്യത്തിൽ ജനിച്ച പരശുരാമൻ ഇപ്പോൾ ഈ കലിയുഗത്തിലും പ്രത്യക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കാമോ എന്നുള്ളതാണ്. അങ്ങനെ വിശ്വസിച്ച് ഈ താഴമൻ കുടുംബത്തിന് തന്ത്രി ആയി കൊടുത്തതാണോ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത്രയും ഈ പറയുന്ന നദിയെയെല്ലാം വകഞ്ഞു മാറ്റി വന്ന് അത്രയും താന്ത്രിക വിദ്യയും മന്ത്രസിദ്ധിയും എല്ലാം പഠിച്ച ആൾക്കാരുടെ പിൻതലമുറക്കാർ തന്നെയാണോ, ആ വൈഭവം തന്നെയാണോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ ചരിത്രം ഒന്നും ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. കാരണം അറിവില്ലാത്തത് കൊണ്ടാണ്. പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് വായിൽ തോന്നുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ശബരിമലയെ കുറിച്ചൊക്കെ ഐതിഹ്യം കൃത്യമായി അറിയാവുന്ന ആൾക്കാരുണ്ട്. അവർക്ക് മുമ്പിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തും പറയാൻ കഴിയില്ല. എല്ലാവരും പറയുന്നതാണ്. പക്ഷെ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നതാണ്. എനിക്കറിയില്ല, എൻ്റെ അറിവില്ലായ്മയാണെങ്കിൽ ക്ഷമിക്കണം. ഈ പരശുരാമൻ ജീവിച്ചിരുന്നത് ത്രേതായുഗത്തിൽ. അപ്പോൾ ത്രേതായുഗത്തിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കിടക്കുന്നത് ആ വർഷത്തിലാണോ എന്നുള്ള ഒരു ചോദ്യം ഒന്നാമതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ കലിയുഗത്തിൽ മറ്റ് അവതാരങ്ങളൊന്നും വന്നതായിട്ട് നമുക്കറിയില്ല. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവതാരം എന്ന് പറയുന്നത് ഈ കണ്ഠരര് രാജീവരും മോഹനരും ഒക്കെയാണ്. ഞാൻ കേട്ടിട്ടുള്ളത് കലിയുഗത്തിൽ ഏറ്റവും അനീതികൾ നടക്കുന്ന ഒരു സമയമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. കാരണം ദൈവതുല്യരായിട്ടിരിക്കുന്നവരൊക്കെ കള്ളന്മാരാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിയായിരിക്കാം പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കലിയുഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കള്ളന്മാർ മന്ത്രിമാരും തന്ത്രിമാരും ഒക്കെ, അതായത് ജനങ്ങളെ സംരക്ഷിക്കേണ്ടവർ, അമ്പലങ്ങൾ സംരക്ഷിക്കേണ്ടവരൊക്കെ കള്ളന്മാരായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, കലിയുഗത്തിലാണെങ്കിലും തിന്മകൾ നടക്കുമ്പോൾ ദൈവം ഇടപെടുമെന്നാണല്ലോ പറയുന്നത്. ദൈവത്തിന്റെ ഒരു കൈയാണോ SIT? അത് തന്നെ. അങ്ങനെ വന്ന ഒരു അവതാരമാണോ ഈ ഹൈക്കോടതിയും SIT എന്നൊക്കെ നമുക്ക് ചോദിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് സംസാരിക്കാനുള്ള ഒരു വിഷയം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 7 അറസ്റ്റ് വരെ നടന്നു കഴിഞ്ഞു. 7 or 8 അറസ്റ്റ് കണ്ട് കഴിഞ്ഞു. കാരണം വിജയകുമാറിന്റെ അറസ്റ്റ് വരെ നടന്നു കഴിഞ്ഞു. ഇതുവരെയുള്ള അറസ്റ്റിൽ കേരളത്തിലെ എല്ലാവരും പൂർണ്ണ തൃപ്തരായിരുന്നു. പക്ഷെ അപ്പോഴും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരേ ഒരു ചോദ്യം, മന്ത്രി അറസ്റ്റിലാകുമോ എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ തന്ത്രിയുടെ അറസ്റ്റ് ആയിപ്പോയി. മന്ത്രിയുടെ അറസ്റ്റ് അനിവാര്യമാണ്. കാരണം ഒരുപാട് സംശയങ്ങൾ ഈ സാധാരണക്കാരായ നമുക്ക് പോലും മന്ത്രിയെ സംശയിക്കത്തക്കതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായും ഹൈക്കോടതിയുടെ മുൻപിലും ആ ചോദ്യങ്ങൾ ഉണ്ടാകും. തൽക്കാലത്തേക്ക് ഒരു രാഷ്ട്രീയ കളി കൊണ്ട് മന്ത്രിയുടെ അറസ്റ്റ് തടയാൻ കഴിയുമായിരിക്കും. പക്ഷേ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണമാണ്, അത് കൃത്യമായി മുൻപോട്ട് പോകുന്നുണ്ട് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ കയ്യിലും വിലങ്ങ് വീഴുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഈ തന്ത്രിയുടെ അറസ്റ്റ് ദഹിക്കാത്ത കുറെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, മുൻപ് പറഞ്ഞല്ലോ ഈ കൃഷ്ണ നദി കടന്നു വന്നവരാണ്, നദി മുറിച്ച് മണ്ണിലൂടെ ചവിട്ടി വന്ന ആൾക്കാരുടെ പിൻതലമുറക്കാരായിട്ടുള്ള കണ്ഠരര്, രാജീവരും മോഹനരും ഒക്കെ ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? മോഹനര് പെണ്ണ് കേസിൽ നിസ്സാര വിഷയമാണോ? ശബരിമലയിൽ പൂജ നടത്തിയിരുന്ന ആളാണ് കണ്ഠരര്, മോഹനര്. അങ്ങനെ ഒരാള് ഈ പറയുന്ന നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനെ പൂജിക്കുന്നു. ഇത് നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളണം? ഒരു വിശ്വാസി എന്ന നിലയിൽ അവിടെ സ്ത്രീകൾ കയറരുത്, ഇന്ന പ്രായം തൊട്ടുള്ള ഇന്ന പ്രായം വരെയുള്ള സ്ത്രീകൾ കയറരുത്. അവിടുത്തെ വിശ്വാസമാണത്, ആചാരമാണത്. അത് പാലിക്കപ്പെടുന്നുണ്ട്, അത് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ശബരിമല യുദ്ധക്കളമായത് നമ്മൾ കണ്ടതാണ്. അവിടെ പൂജ നടത്തുന്ന ഈ പറയുന്ന തന്ത്രിക്ക് ഇതൊന്നും ബാധകമല്ലേ? തന്ത്രി നൈഷ്ഠിക ബ്രഹ്മചാരി ഒന്നും ആകണ്ട, കല്യാണം കഴിച്ചുള്ളൂ, പക്ഷേ പരസ്ത്രീ ബന്ധം പാടുണ്ടോ? അതിലാണ് പറയുന്നത്. അത് പറയുമ്പോഴാണ് ഈ മോഹനരുടെ കാര്യം പറയുമ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷന്റെ ചോദ്യങ്ങളിൽ നിന്ന് മോഹനർക്ക് വേദം അറിയില്ല, സംസ്കൃതം അറിയില്ല, എന്തിന് ഭാഗ്യസൂക്തം ചൊല്ലാൻ പോലും അറിയില്ല എന്ന് പറയുന്നു. ഇപ്പൊ നമുക്കാർക്കും തന്നെ സാധാരണ വേദവും സംസ്കൃതവും ഒന്നും അറിയില്ലെങ്കിൽ പോലും ഭാഗ്യസൂക്തം ചൊല്ലാൻ അറിയുന്നവര് ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാകാം. അത് മാത്രമല്ല, പരിപൂർണൻ ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഗണപതിയുടെ നാളെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അതിനും തലകുനിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇക്കാലം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് അവിടെ പൂജ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അഹങ്കാരത്തോടെ മോഹനര് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഞങ്ങൾ പാരമ്പര്യമായി താന്ത്രിക കുടുംബമാണ്. അപ്പോൾ ജസ്റ്റിസ് പരിപൂർണൻ മറുപടി കൊടുക്കുന്നുണ്ട്, അച്ഛൻ ആനപ്പുറത്ത് കയറിയതിന്റെ തഴമ്പ് മകന്റെ ചന്തിയിൽ കാണില്ല എന്ന്. അത്ര പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് പരിപൂർണൻ അത്തരത്തിൽ സംസാരിച്ചത്. ഇതിപ്പോ അതായത് ഈ ജസ്റ്റിസ് തന്ത്രി മോഹനര് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കേസിലായിരുന്നു. പിന്നീട് ഈ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ജസ്റ്റിസ് പരിപൂർണൻ കമ്മീഷൻ അന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതിനകത്താണ് ഈ കണ്ഠരര് മോഹനർക്ക് വേദമറിയില്ല, ഒരു ശ്ലോകം അറിയില്ല എന്നുള്ള കൃത്യമായ വിവരം പുറത്തു വന്നത്. ഇതിപ്പോൾ നമ്മൾ ആരും കയ്യിൽ നിന്നിട്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഇത് ദഹിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ പത്രവാർത്തകൾ എടുത്തു നോക്കിയാൽ മതി. ഇത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ശ്ലോകം അറിയില്ല, വേദമറിയില്ല, സംസ്കൃതം അറിയില്ല, ഇതൊന്നും അറിയാത്ത ഒരാള്, അതൊന്നും പോരാഞ്ഞിട്ട് പരസ്ത്രീ ബന്ധം, അങ്ങനെയുള്ള ഒരുത്തൻ, ഒരു കള്ളൻ, കാട്ടുകള്ളൻ എന്ന് പറയേണ്ടി വരും. അവരെ പോലെയുള്ളവരാണ് ശബരിമലയിൽ കയറിയിരുന്ന് ഈ പറയുന്ന അയ്യപ്പനെ പൂജിക്കുന്നത്. എന്ത് യോഗ്യതയാണ് അവർക്കുള്ളത്? ഈ പറയുന്ന അതും കഴിഞ്ഞ് നമുക്ക് രാജീവരിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അറസ്റ്റിലായിരിക്കണം. രാജീവരും മോഹനരും എല്ലാം അവരാരാണെന്ന് ഇപ്പോൾ കേരളം കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോ ഈ രാജീവരിലേക്ക് വരികയാണെങ്കിൽ, അറസ്റ്റ് ചെയ്യപ്പെട്ട രാജീവരിലേക്ക് വരികയാണെങ്കിൽ, അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാഞ്ഞിട്ടാണോ SIT അറസ്റ്റ് ചെയ്യുന്നത്? SIT അറസ്റ്റ് ചെയ്തിട്ട് ഒരു തെളിവുമില്ലാതെ വെറുതെ ഒരാളെ കോടതി അങ്ങ് റിമാൻഡ് ചെയ്യുമോ? കോടതിക്ക് കൃത്യമായ സംശയങ്ങൾ തോന്നിയിട്ട് തന്നെയല്ലേ അയാളെ റിമാൻഡ് ചെയ്തത്. അയാളുടെ പേരിലുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം കഴിഞ്ഞ ദിവസം മുതൽ രാഹുൽ ഈശ്വർ കണ്ട ചാനൽ മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി അങ്ങ് വെളുപ്പിക്കുക. അമ്മാവനായതുകൊണ്ടായിരിക്കും. പക്ഷേ പറയാതെ ഒരു നിവൃത്തിയില്ല. രാഹുൽ ഈശ്വർ ഇവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത്. രാഹുൽ ഈശ്വർ ഇന്നലെ മുതൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് പറയുന്ന കാര്യം എന്താണ്?
അതായത് അവിടെ ദേവന്റെ അനുജ്ഞ ചോദിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് രാജീവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതെന്ന് പച്ചക്കള്ളം പറയരുത് രാഹുൽ ഈശ്വർ. കാരണം അതിന് കൃത്യമായ ഒരു വശമുണ്ട്. SIT റിപ്പോർട്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്, ദേവന്റെ അനുജ്ഞ ചോദിച്ചതിന്റെ രേഖാമൂലമുള്ള കാര്യം ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല. അതായത് ഈ ശബരിമലയിൽ നിന്ന് ഒരു തുരുമ്പെടുക്കണമെങ്കിൽ അത് പിതൃതുല്യനായിട്ടുള്ള, അതായത് അയ്യപ്പന്റെ പിതൃതുല്യനായിട്ട് കാണുന്ന ആളാരാണ്? തന്ത്രിയാണ്. തന്ത്രി അറിയാതെ അവിടെ നിന്ന് ഒരു തുരുമ്പെടുക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു വസ്തു എടുക്കണമെങ്കിൽ ഈ പറയുന്ന തന്ത്രി ദൈവത്തിനോട് അനുവാദം ചോദിക്കും. അത് ഈ തന്ത്രിയും ദൈവവും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കോണ്ടാക്ട് എന്ന് നമുക്ക് പറയാം. നമുക്കതിനെ ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാകുന്നു. അപ്പോൾ ദേവൻ അനുമതി കൊടുക്കുന്നു. അനുമതി കൊടുത്തു എന്ന് ഈ തന്ത്രി ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കണം. പക്ഷെ 2019 അങ്ങനെ ഒരു രേഖ ദേവസ്വം ബോർഡിന് തന്ത്രി രാജീവര് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല? അതൊരു ചോദ്യമല്ലേ? അവിടെ നിന്നൊരു സാധനം പോയാൽ അതിന്റെ ഉത്തരവാദിത്വം തന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയേണ്ടതാണ്. അവിടെ ദേവസ്വം ബോർഡ്, തന്ത്രി, അതുപോലെ തന്നെ ഹൈക്കോടതി, ശബരിമല കാര്യങ്ങൾ നോക്കുന്നത് ഈ 3 സംവിധാനങ്ങളാണ്. എടുത്തുകൊണ്ട് പോയതോ പോട്ടെ, പിന്നീട് ഈ പലർക്കും ഈ വിഗ്രഹത്തിനെ കാഴ്ചവെച്ചിട്ട് സ്വർണ്ണപ്പാളികൾ കാഴ്ചവെച്ച് പൂജിക്കാൻ കൊടുത്തിട്ട് പോലും തന്ത്രി ഈ വിവരം ഓർത്ത് നോക്കണം. 1048 ദിവസമാണ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന മഹാകള്ളൻ അവിടുത്തെ വസ്തുക്കൾ കൊണ്ടുപോയി പൂജ നടത്തി കാശ് മേടിച്ചത്. കണ്ട കോർപ്പറേറ്റുകളുടെയും സ്വർണ്ണക്കടക്കാരുടെയും ഒക്കെ മുൻപിൽ കൊണ്ടുപോയി അവരുടെ വീടുകളിൽ കൊണ്ടുപോയി പൂജിച്ചത്. അത് ഏറ്റവും വലിയ ലംഘനമല്ലേ? ആചാര ലംഘനമല്ലേ? അതിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ ഈ തന്ത്രി? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. തന്ത്രി അനുജ്ഞ കൊടുത്തില്ല എന്നല്ല പറയുന്നത്. ദേവൻ അനുജ്ഞ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല തന്ത്രിയെ പിടിച്ചുകൊണ്ട് പോയത്. അത് രേഖാമൂലം എഴുതി എന്തുകൊണ്ട് ദേവസ്വം ബോർഡിന് കൊടുത്തില്ല? ഇനിയിപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ തന്ത്രിയെ മറികടന്നുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോയതാണെന്നിരിക്കട്ടെ, തന്ത്രി എന്താണ് ചെയ്യേണ്ടത്? അതില്ല, അതാ പറയുന്നത്. എന്നിട്ട് ഇതൊന്നും അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? അതും പോട്ടെ, പൂജിക്കുന്ന വിഗ്രഹം അവിടെ ആ സ്വർണ്ണപ്പാളികളും കാര്യങ്ങളും എന്നും അവിടെ 24 മണിക്കൂറും എന്നതുപോലെ അയ്യപ്പന്റെ മുൻപിൽ ചെലവഴിക്കുന്ന അദ്ദേഹം എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല? ആ സാധനം അവിടെ ഇല്ലെന്ന് പോലും അറിഞ്ഞില്ല. ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ അവരുടെ തന്നിഷ്ടപ്രകാരം എടുത്തുകൊണ്ട് പോയതാണെങ്കിൽ തന്ത്രിക്ക് മുൻപിൽ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലെ ശബരിമല ബെഞ്ചിനെ അറിയിക്കാമായിരുന്നേ. എന്തുകൊണ്ട് തന്ത്രി അത് ചെയ്തില്ല? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ലാതെ രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായിട്ട് ഈ അമ്മാവനെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല കാര്യം. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഇമാതിരി ഈ പൊടിക്കൈകൾ കൊണ്ട് അമ്മാവനെ വെള്ളം പൂശുന്നത് നിർത്തുന്നതായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് നല്ലത്. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൈവയ്ക്കും. കാരണം അമ്മാതിരി ഈ വിഷയത്തെ, തന്ത്രിയുടെ അറസ്റ്റിനെ വേറെ രീതിയിലേക്ക് റൂട്ട് മാറ്റി കൊണ്ടുപോകാനുള്ള നീക്കമാണ് രാഹുൽ ഈശ്വർ നടത്തുന്നത്. അതൊന്നുമല്ല ഇവിടുത്തെ കാര്യം. അപ്പോൾ അതായത് ഈ ദേവന്റെ അനുജ്ഞ ചോദിച്ചാൽ അത് കൃത്യമായി രേഖാമൂലം ദേവസ്വം ബോർഡിനെ അറിയിക്കണം. എന്തുകൊണ്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ല എന്നുള്ളതാണ് ചോദ്യം. അതൊക്കെ പോട്ടെ, വീണ്ടും നമുക്ക് ഇവിടുത്തെ സംശയങ്ങൾ ഒരുപാടാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പറയുന്ന തന്ത്രിയാണ്. തന്ത്രിക്ക് ഒരു മഹാകള്ളൻ മാത്രമല്ല, ഒരു കഴകക്കാരനായിട്ട് കൊണ്ടുവന്ന ഒരാള് ശബരിമലയിൽ വലിയ പ്രധാന ഒരാളാകുന്നു. തന്ത്രി കുടുംബത്തിൽ വലിയ ആളായി മാറുന്നു. തന്ത്രിയുടെ മകന്റെ കല്യാണത്തിന് ഒരു വിശിഷ്ട അതിഥിയെ പോലെ ചെല്ലുന്നു. എന്നിട്ട് ഈ പറയുന്ന, അതും പോട്ടെ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു ബന്ധം കൊണ്ടാണെന്ന് വിചാരിക്കാം. പക്ഷേ ഈ കേസിലെ, അതായത് ശബരിമല കൊള്ള കേസിലെ 9ാം പ്രതി ഗോവർദ്ധനുമായിട്ട് തന്ത്രിക്ക് എന്താണ് ബന്ധം? ഗോവർദ്ധന്റെ ജ്വല്ലറി, റോദം ജ്വല്ലറി ഉദ്ഘാടനം നടന്ന ദിവസം അവിടെ പൂജ നടത്തിയത് തന്ത്രി കുടുംബത്തിലെ ആളാ. അതെന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇവരുമൊക്കെ ആയിട്ട് ഇവർക്ക് കൃത്യമായി ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമാകുകയല്ലേ? പിന്നെ എങ്ങനെയാണ് ഇതിനകത്തിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് മഹാ-അപരാധമായി മാറിപ്പോകുന്നത്? മന്ത്രിയെയും അറസ്റ്റ് ചെയ്യണം, തന്ത്രിയെയും അറസ്റ്റ് ചെയ്യണം. കാരണം ഇവർക്കൊക്കെ ഇതിൽ കൃത്യമായ പങ്കുണ്ട്. അവിടെ എന്ത് മുതൽ പോയാലും അതിന്റെ ഉത്തരവാദിത്വം ഇവരൊക്കെ പറയേണ്ടവരാണ്. അല്ലാതെ അവിടെ ഒന്നും ഞങ്ങൾ അറിഞ്ഞില്ല, ഈ ശ്രീകോവിലിലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ട് പോയത് തന്ത്രി അറിഞ്ഞേ ഇല്ലെന്നാണോ? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണോ? ഈ താഴ്വൺ കുടുംബത്തെ ചുറ്റിപ്പറ്റി എന്തെല്ലാം ആരോപണങ്ങൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. എത്ര ആരോപണങ്ങൾ. സ്വന്തം അമ്മയെ സ്വത്തിന് വേണ്ടി അടിച്ചിറക്കിയ ആളാണ് മോഹനര്. അപ്പോൾ താഴ്വൺ കുടുംബക്കാരത്ര അങ്ങ് നല്ലവരൊന്നുമല്ല. നമുക്ക് അയ്യപ്പനാണ് വിശ്വാസം എന്നുള്ളത്. അല്ലാതെ അയ്യപ്പനെ പൂജിക്കുന്ന ഒരാള് നമുക്ക് ആനപ്പിണ്ടത്തെയൊക്കെ അങ്ങ് മേടിക്കണോ?
എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ ഈ തന്ത്രി അവിടെ പൂജ ചെയ്തു എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്ത്രിയെ പേടിക്കണമെന്നാണോ, അല്ലെങ്കിൽ തന്ത്രിയുടെ മുമ്പിൽ അങ്ങ് കുമ്പിട്ട് നിൽക്കണമെന്നാണോ? അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇവിടുത്തെ വിശ്വാസികൾക്കില്ല. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത് ഈ തന്ത്രിയുടെ മുൻപിൽ കുമ്പിട്ട് നിൽക്കണോ എന്നുള്ളത് ഞാൻ പറഞ്ഞത്, ആ ഒരു പ്രസ്താവന ഞാൻ നടത്തിയതിന് ഒരു കാരണമുണ്ട്. ഇന്നിപ്പോൾ BJP കടന്ന് കുരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് കുമ്മനം രാജശേഖരൻ, ഈ കുമ്മനം രാജശേഖരനൊക്കെ ഇമ്മാതിരി വർത്തമാനം പറയരുത്. കാരണം ഈ BJPയിൽ കുറച്ചെങ്കിലും ഒരു വ്യക്തിത്വമുള്ള ഒരാളായിട്ടാണ് കുമ്മനം രാജശേഖരനെയൊക്കെ കണ്ടിട്ടുള്ളത്. ഇന്ന് കുമ്മനം രാജശേഖരൻ പറയുകയാണ് തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയ കളിയാണ്, തന്ത്രിയുടെ അറസ്റ്റ് കേരളത്തിലെ വിശ്വാസികളുടെ നെഞ്ചിൽ വലിയ വേദന ഉണ്ടാക്കി. ഏത് വിശ്വാസികളുടെ നെഞ്ചിൽ വേദന ഉണ്ടാക്കിയെന്നാ? ഈ പറയുന്ന സംഘപരിവാറുകാർക്ക് വേദന ഉണ്ടായി കാണും തന്ത്രിയുടെ അറസ്റ്റിൽ. കാരണം മറ്റേ ഉന്നത കുലയാണല്ലോ. അപ്പോൾ അല്ലാതെ ഇവിടുത്തെ കേരളത്തിലെ വിശ്വാസികൾക്കൊന്നും അതിൽ ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. തന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അയാൾ മറുപടി പറയണം. അയ്യപ്പന് മുൻപിൽ അയാൾ മറുപടി പറഞ്ഞേ മതിയാകൂ. നിയമ സംവിധാനങ്ങൾക്ക് മുൻപിൽ അയാൾ മറുപടി പറയണം. അതിന്റെ ഈ തന്ത്രിയെ കൊണ്ടുപോയതിൽ സംഘപരിവാറുകാർക്ക് വേദനയുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടം കൂടിയിരുന്ന് മാരാർജി ഭാവനിൽ ഇരുന്ന് അങ്ങ് മൂങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കേരളത്തിലെ മുഴുവൻ വിശ്വാസികളുടെ ഈ അട്ടിപ്പേർ അവകാശമൊന്നും ഇവിടെ BJPക്ക് ആരും തന്നിട്ടില്ല. ഞാൻ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ചെയ്യുമ്പോഴെല്ലാം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടുത്തെ വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കണം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം കൃത്യമായ രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. അത് അട്ടിമറിക്കപ്പെടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരുടെയും വാക്ക് കേട്ട് ഇവിടുത്തെ വിശ്വാസികൾ നിങ്ങൾ ഈ ഒരു പാർട്ടിക്കാരുടെയും കൂടെ നിൽക്കരുത്. കാരണം ഇവർക്കൊന്നും ശബരിമല ഒരു വിഷയമേ അല്ല. അവർക്ക് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ആയുധം മാത്രമാണ്. അല്ലാതെ അവിടെ അയ്യപ്പന്റെ വിശ്വാസമോ അയ്യപ്പന്റെ സമ്പത്തോ ഒന്നും കൊള്ളയടിക്കപ്പെടുന്നതിലോ കളങ്കപ്പെടുന്നതിലോ ഇവിടുത്തെ CPM-നോ കോൺഗ്രസിനോ BJPക്കോ ഒരു വിഷയവുമില്ല. അവർക്ക് വോട്ട് കിട്ടാൻ മാത്രമുള്ള ഒരു വിഷയമാണ് ശബരിമല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന തന്ത്രിയുടെ അറസ്റ്റ് നിർണായകമാണ് എന്ന് പറയുന്നതിൽ ഏകദേശം നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. കാരണം താഴ്മൺ കുടുംബക്കാര് അങ്ങനെ നമ്മൾ അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ട ആൾക്കാരൊന്നുമല്ല. അപ്പോൾ ഇനിയാണ് നമുക്ക് ഈ മന്ത്രി പത്മകുമാറിന്റെ മൊഴിയിലുണ്ട്. അതായത് ഇപ്പോൾ CPM-ന്റെ ചില സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന ഒരു വാദമുണ്ട്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യൻ അകത്തായി, അതായത് ഇതോടുകൂടി കേസ് അവസാനിക്കുമെന്നായിരിക്കും അവർ കണക്ക് കൂട്ടുന്നത്. ഒന്നുമല്ല, ഇത് തുടക്കം മാത്രമാണ്. കാരണം പത്മകുമാറിന്റെ മൊഴിയിൽ അന്നുണ്ടായിരുന്നത് ദൈവതുല്യൻ, തന്ത്രിയും മന്ത്രിയും എന്നൊക്കെയാണ്. അതായത് തന്ത്രി കുടുങ്ങി, ഇനിയുള്ളത് മന്ത്രിയാണ്, ദൈവതുല്യൻ വേറെയാണ്. അതായത് ഇതിന്റെ പിന്നാമ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഏതോ ഒരു വലിയ ആൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഈ ദൈവതുല്യൻ. പക്ഷെ ആ ദൈവതുല്യൻ ആരാണ് എന്നുള്ളതിലേക്ക് എത്തുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവിടെ ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായതിൽ BJP കരച്ചിലാണ്. കോൺഗ്രസും CPM-ഉം ഒരക്ഷരം പ്രതികരിക്കുന്നില്ല. സാധാരണ ശബരിമല ഇപ്പോൾ ഒരു CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ഗോൾ അടിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ചെയ്യുന്നില്ല. അതായത് തന്ത്രി അറസ്റ്റിലാകുമ്പോൾ അവർക്ക് പറയാം, കണ്ടോ തന്ത്രി അറസ്റ്റിലായി എന്നുള്ളത് പറയാം. പക്ഷെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല? എന്തുകൊണ്ട് തന്ത്രിയുടെ അറസ്റ്റിൽ CPM ഒരു അക്ഷരം മിണ്ടുന്നില്ല? അത് ഈ ഉന്നതകുല പേടി ഒന്നതാണ്. കാരണം ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് പോകുമോ തന്ത്രിക്കെതിരെ പറഞ്ഞാൽ എന്നുള്ളത് ഒരു പേടി. മറ്റൊന്ന്, തന്ത്രിക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിയെ കൊടുക്കുന്നത് എന്തെങ്കിലും തന്ത്രിയുടെ വായിൽ നിന്ന് വരുമോ എന്നുള്ള മറ്റൊരു പേടി. അപ്പം അതുകൊണ്ടാണ് CPM-കാർ ഈ വിഷയത്തിൽ തന്ത്രിയുടെ അറസ്റ്റിൽ ഒരു അക്ഷരം പ്രതികരിക്കാത്തത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മിണ്ടുന്നില്ല, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, EP ജയരാജൻ, P ജയരാജൻ, ഇവരാരും തന്നെ ശബരിമല വിഷയത്തിൽ മിണ്ടുന്നില്ല. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ വേണ്ടി ഇത്രയധികം ബുദ്ധിമുട്ടി വേഷപ്രച്ഛനയായിട്ട് പോലും സ്ത്രീകളെ കയറ്റിയിട്ടുള്ള പിണറായി വിജയൻ എന്താ ഈ കാര്യത്തിലൊന്നും മിണ്ടാത്തത്? അവർക്ക് പറ്റിയത് അവസരമല്ലേ? അവിടെ ദൈവം എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, തന്ത്രി പോലും ജയിലിലായി എന്ന് പറഞ്ഞിട്ട് പറയാമായിരുന്നല്ലോ. അതാ ഈ അവസരം അവരാരും ഉപയോഗിക്കാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. കാരണം ഇതിൽ ഇനിയും പലരും കുടുങ്ങാനുണ്ട്. നമുക്കറിയാം, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ പുറത്തേക്ക് വന്നില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി എന്താണ് എന്നുള്ളത് പുറത്തേക്ക് വന്നിട്ടില്ല. ബാക്കി എല്ലാവരുടെയും മൊഴികൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി. പക്ഷേ കടകംപള്ളിയുടെ മൊഴി മാത്രം കിട്ടിയില്ല. ഈ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യലിന് ശേഷം എന്തൊക്കെയോ ചില രേഖകൾ ഹൈക്കോടതിക്ക് സീൽ വെച്ച കവറിൽ SIT കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ ചില സൂചനകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായി തന്ത്രിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത്. തന്ത്രി ഇപ്പോൾ ദേഹാസ്വാസ്ഥ്യം കാരണം ആശുപത്രിയിലാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം അതൊരു അടവാണ്.
ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മറ്റേ പിടിവാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഇല്ലത്തെ ശീലങ്ങളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ഭക്ഷണം ഇറങ്ങത്തുള്ളൂ, അയ്യപ്പനെ കൊള്ളയടിക്കാം, എന്നിട്ട് എനിക്ക് ഇന്ന ശീലങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ജയിലിലെ ഭക്ഷണം പറ്റില്ല, എനിക്ക് ജയിലിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഞാൻ തന്ത്രിയല്ലേ, എനിക്ക് അതൊക്കെ തന്നുകൂടെ, ഒരു ഉണ്ടയും കൊടുക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ കാട്ടുകള്ളന്മാരാണ്. ഈ പറയുന്ന പോലെ പരശുരാമൻ കൊണ്ടുവന്നവരുടെ കുടുംബക്കാർ കാണിക്കേണ്ട തൊഴിലാണ് ഇവന്മാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഇത് വിശ്വാസം വ്രണപ്പെടുത്താൻ വേണ്ടി പറയുന്നൊന്നുമല്ല. നമുക്ക് അയ്യപ്പനെ വിശ്വാസമാണ്, അയ്യപ്പനോട് സ്നേഹമാണ്, വിശ്വാസമാണ്, അതൊക്കെയാണ്. പക്ഷേ അയ്യപ്പനെ പൂജിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ തന്ത്രിയെ അങ്ങ് കുമ്പിടാനൊന്നും നമ്മളെ കിട്ടത്തില്ല. അത് മാത്രമല്ല, ഈ ഇവരുടെ പൂജാകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് ഞാൻ മറ്റു ചില മന്ത്രങ്ങളൊക്കെ വെച്ചാണ് ശബരിമലയിൽ അങ്ങ് പൂജ നടത്തി പോകുന്നതെന്ന് ഈ പറയുന്ന പരിപൂർണൻ കമ്മീഷന് മറുപടി കൊടുത്ത ആളാണ് മോഹനര്. അപ്പൊ നമ്മൾ ചോദിക്കാനുള്ളത്, അക്കാണ്ട കാലം മുഴുവൻ ഈ മോഹനര് മുക്കാപുലയാണോ മറ്റേ ശ്രീകോവിലിരുന്ന് പാടിയതെന്ന് നമുക്ക് ചോദിക്കാതെ നിവർത്തിയില്ല. അതായത് ഈ കുടുംബക്കാരുടെ തനിക്കുണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരു കുടുംബക്കാരെ ഇവിടെ വീണ്ടും നമ്മൾ താണു വണങ്ങി അങ്ങ് കുമ്പിടണമെന്നാണോ? അതിന്റെ യാതൊരു ആവശ്യവും ഇല്ല. അയ്യപ്പനാണ് ഏറ്റവും ഈ പറയുന്ന ഈ തന്ത്രിയും കണ്ഠരര് രാജീവരും അതുപോലെ തന്നെ അന്നത്തെ മന്ത്രിയായിരുന്ന ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ പൊരിഞ്ഞ പോരായിരുന്നു 2019 കാലത്ത്. നോക്കിയാൽ മനസ്സിലാകും. അതായത് ശബരിമലയിൽ സർവാധികാരികൾ, അതിൻ്റെ അധികാരികൾ ഞങ്ങളാണ് എന്ന് തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. എന്നാൽ അവിടെ പൂജാകർമ്മങ്ങൾ മാത്രം നോക്കാനുള്ള അവകാശമേ രാജീവർക്കും താഴ്മൺ കുടുംബത്തിനും ഉള്ളൂ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ മറുപടി കൊടുത്തു. അന്ന് ഇതിന്റെ പേരിൽ വലിയ അടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. സ്വർണ്ണക്കൊള്ള കേസ് വന്നപ്പോൾ എന്തായി? കണ്ഠരര് രാജീവര് പറഞ്ഞു ദേവസ്വം ബോർഡിനാണ് അധികാരമുള്ളതെന്ന്. മറ്റേ ദേവസ്വം ബോർഡുകാർ പറഞ്ഞു താഴ്മൺ കുടുംബത്തിനാണ് അധികാരം. അപ്പൊ അവർക്ക് ആർക്കും അധികാരം വേണ്ട. കൊള്ള കേസ് വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ആർക്കും അധികാരം വേണ്ട. അതാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പും. അതായത് ഈ കൊള്ള നടന്നതോടുകൂടി ഇവർക്കൊക്കെ പേടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതാണോ ശബരിമല തന്ത്രി അറസ്റ്റിലാകുമെന്ന്? നമ്മൾ കരുതിയതാണോ വിജയകുമാറിന്റെ അറസ്റ്റ്, പത്മകുമാറിന്റെ, വാസുവിന്റെ അറസ്റ്റ് നടക്കുമെന്ന് നമ്മൾ കരുതിയതാണോ? അതിൽ നിന്നൊക്കെ ഈ തന്ത്രി വരെയുള്ള ആൾക്കാരുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ഈ അന്വേഷണം കൃത്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. ഈ പറയുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പോലും അന്വേഷണം ഇവിടെ അനുവദിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാരണം ഇവിടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തിയ ഇതിന് മുൻപത്തെ കേസുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. സർക്കാരിന് അനുകൂലമായി നിന്ന നിൽപ്പിൽ ഇവിടെ നിന്ന് പോകുന്ന ED-യെയും CBI-യെയും നമ്മൾ കണ്ടതാണ്. പിന്നെ ഇതിനകത്തിൽ ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് CBI-ക്കൊക്കെ അന്വേഷണത്തിന് ഇറങ്ങേണ്ടി വരും. അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും വരേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി നിൽക്കുന്ന ആ ഒരു നിലപാടിൽ ഉറച്ചു തന്നെ നിന്നാൽ മാത്രമേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അങ്ങേയറ്റം ഇതിൻ്റെ തല ആരാണോ, ആ ദൈവതുല്യൻ ആരാണോ, അയാളുടെ അടുത്ത് വരെയെങ്കിലും അന്വേഷണം എത്തുകയുള്ളൂ. ഇനിയിപ്പോൾ കേസുകൾ ഏതെല്ലാം രീതിയിൽ അട്ടിമറിക്കപ്പെടുമെന്ന് നമുക്കറിയില്ല. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റ് ഏറ്റവും നിർണായകമായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് സംശയങ്ങൾ താഴ്മൺ കുടുംബവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഈ ശബരിമലയിലെ കൊടിമരം മാറ്റിവെക്കുമ്പോൾ അതിലെ വാജിവാഹനം താഴ്മൺ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി. എന്ത് ധൈര്യത്തിലാണ് അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്? ഈ വാജിവാഹനം അതോ ഇനി അതും മറ്റേ ദൈവത്തിന്റെ അനുജ്ഞ മോനെ അല്ല അച്ഛ ഇതങ്ങ് കൊണ്ടുപോയിക്കോളൂ എന്ന് അയ്യപ്പൻ പറഞ്ഞതിന്റെ പേരിൽ എടുത്തുകൊണ്ട് പോയെന്നാണോ? അതായത് വാജിവാഹനം കാണാനില്ല, അതെവിടെയാണ് എന്നുള്ള അന്വേഷണം ഹൈക്കോടതി ആ ചോദ്യം ചോദിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിനോട് പറഞ്ഞു അത് എടുത്തുകൊണ്ട് പൊക്കോളാൻ. ദേവസ്വം ബോർഡ് അത് തിരിച്ചെടുക്കാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. ഈ ശബരിമലയിലേക്ക് വർഷാവർഷം എത്ര കോടിയുടെ സമ്പത്താണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സ്വർണമായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഓരോ വിഗ്രഹങ്ങളുടെ രൂപത്തിലുമൊക്കെ പൈസയായിട്ട് കോടാനുകോടികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം എവിടെ പോകുന്നു? ഇതിൻ്റെ ഒന്നും കൃത്യമായ കണക്ക് പോലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തില്ല. ഇതിലൊക്കെ തന്ത്രി കൈയിട്ട് വരുന്നില്ല എന്നാണോ? അപ്പോൾ ഇതിലൊക്കെ ഇവർക്ക് കൃത്യമായ പങ്കുണ്ട്. അയ്യപ്പനെ കൊള്ളയടിച്ചവർക്കുള്ള മറുപടി അയ്യപ്പൻ തന്നെ കൊടുത്തു. അതാണ് ഈ വിശ്വാസികൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ വിശ്വാസത്തിനൊപ്പം നമുക്ക് നിൽക്കാം. നമ്മുടെ ആവശ്യം ഒരു കാര്യം മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് ആഗ്രഹിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇനി കുടുംബത്തിന്റെ പാരമ്പര്യം കാത്ത് മക്കൾ വന്നിട്ടുണ്ട്, മഹേഷ് മോഹനരും ബ്രഹ്മദത്തനും. ആ 2 കുട്ടികളെങ്കിലും ഇതിന് മുൻപുള്ള ആൾക്കാരുടെ പാത പിന്തുടരാതെ ശരിക്കും അയ്യപ്പനെ ഒന്ന്
ശരിക്കും പൂജിക്കുന്ന 2 കുട്ടികളായിട്ട് 2 തന്ത്രിമാരായിട്ട് വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അത് ഈ ചക്കരക്കുടം കണ്ടാൽ കൈയിട്ട് നക്കാത്തവരായിട്ട് പക്ഷെ ആരും ഇത്രയും ആയതുകൊണ്ട് ഇപ്പൊ മോഹനൻ ഇത് ചെയ്തതിന്റെ ആ കണ്ടതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ 20 വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനി വരുന്ന തലമുറയെങ്കിലും ഇത്തരം വൃത്തികേടുകൾ കണ്ട് പഠിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. തന്നെയല്ല, എല്ലാ രീതിയിലും ശബരിമല കളങ്കപ്പെട്ടു എന്നുള്ളതാണ്. അവിടുത്തെ വിശ്വാസം എല്ലാ രീതിയിലും ആ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തി എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അതൊരു സത്യമുള്ള ദൈവമാണ്. മനുഷ്യർക്കിടയിൽ ജീവിച്ച ഒരാളാണ് അയ്യപ്പൻ. നമ്മൾ അതിന്റെ എത്രയോ കഥകൾ മാത്രമല്ല, അതിന്റെ ചരിത്രങ്ങൾ, തെളിവുകൾ. പന്തളം കൊട്ടാരത്തിൽ പോയാൽ നമുക്ക് ഇപ്പോഴും കാണാം അയ്യപ്പൻ ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ, അയ്യപ്പന്റെ ആഭരണങ്ങൾ, അതൊക്കെ അവിടെ ഉണ്ട്. അതിപ്പോ അതായത് മനുഷ്യർക്കിടയിൽ ജീവിച്ച ഒരാളാണ്. ഏറ്റവും ശാന്ത സ്വരൂപനായിട്ട് ധ്യാനത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ പോലും മനുഷ്യനല്ല, ദൈവത്തെ പോലും ഇരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതായത് സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ളയടിക്കുന്നു. അതിനെ നമ്മൾ എങ്ങനെയാണ്, എന്നിട്ടും ഈ തന്ത്രിയുടെ അറസ്റ്റ് നടന്നപ്പോഴത്തേക്ക് ഈ കടന്ന് മോങ്ങുന്ന BJP-ക്കാരും ചില ആൾക്കാരും ഉണ്ട്. ഈ രാഹുൽ ഈശ്വരനൊക്കെ എന്ത് ഉളുപ്പില്ലായ്മയാണ് ഇയാളൊക്കെ കാണിക്കുന്നത്. ഇയാൾക്കൊക്കെ അയ്യപ്പ വിശ്വാസമാണ് എപ്പോഴും എനിക്ക് വലുതെന്ന് പറയുന്നത് ഇയാളൊക്കെയാണോ ഇമാതിരി കാണിക്കുന്നത്? കുടുംബക്കാർ അറസ്റ്റിലാകുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കോടതിക്ക് മുൻപിൽ തെളിയിക്കട്ടെ അയാൾ തെറ്റുകാരനല്ലെങ്കിൽ. അല്ലാതെ വന്നിരുന്ന് എന്തിനാണ് രാഹുൽ ഈശ്വർ ഇതിലെ കള്ളം പ്രചരിപ്പിക്കുന്നത്? ഈ രാഹുൽ ഈശ്വറിനെയൊക്കെ ജനങ്ങൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ശബരിമലയിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുക. ഈ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഏറ്റവും കൃത്യമായിട്ടാണ് മുൻപോട്ട് പോകുന്നത്. വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രമാണ്. ആ വിശ്വാസം ഇനിയെങ്കിലും സംരക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എന്തായാലും മകരവിളക്ക് അടക്കും തോറും ആർക്കും ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയില്ല. പണി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കി കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.